അപ്പോൾ വിശദമായ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് റിപ്പോർട്ടേഴ്സ് വ്യൂ എന്ന സെഗ്മെന്റിൽ പതിവ് പോലെ നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് റിപ്പോർട്ടർമാർ ചേരുന്നു. എം ബിജുശങ്കർ, ഉമർ മായനാട്. രണ്ടുപേർക്കും സ്വാഗതം. ബിജു, അങ്ങനെ കേരള യാത്ര നമ്മളിപ്പോൾ 15ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 15 ദിവസമായിട്ടുള്ള നമ്മുടെ യാത്ര നാളെ കേരള യാത്ര സമാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, സത്യമാണത്. വലിയൊരു ആവേശം നൽകിയ ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഉസ്താദ് ഓരോ ദിവസവും പുതിയ പുതിയ വിഷയങ്ങളാണ് ഉസ്താദ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തോട്. ഇപ്പം ഈ ഒരു 15 ദിവസവും നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഒരിക്കൽ പോലും പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല, വ്യത്യസ്തമായ വിഷയങ്ങൾ. ഇന്ന് അന്താരാഷ്ട്ര കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഉസ്താദ് സംസാരിച്ചത്. എന്തായിരുന്നു? തീർച്ചയായും സാർവദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ വളരെ പ്രത്യേകമായ ഒരു കഴിവ് നമ്മുടെ നേതാക്കളെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉസ്താദ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വെനിസ്വേലയിൽ വിഷയം ഉണ്ടായപ്പോൾ ഏറ്റവും അധികം പ്രതികരിച്ച നേതാവ് ഉസ്താദാണ്. അതുപോലെ തന്നെ ഹക്കീം ഉസ്താദ് അതിന് മുന്നേ നടന്ന പ്രമേയ പ്രഭാഷണത്തിൽ ആ വിഷയം പറഞ്ഞു. അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഇങ്ങനെ വിഷയം ലോകത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്രമേൽ അപ്ഡേറ്റ് ആണ് നമ്മുടെ നേതാക്കൾ. അപ്പോൾ കാന്തപുരം ഉസ്താദ് അത് അന്ന് പറഞ്ഞത് എല്ലാ നേതാക്കളും ശ്രദ്ധിച്ചു. ലോകത്ത് പിന്നീട് പല യോഗങ്ങളിലും പല നേതാക്കളും അത് പറഞ്ഞു. വെനിസ്വേലയുടെ വിഷയം കാന്തപുരം ഉസ്താദാണ് ലോകത്ത് ആദ്യം പറഞ്ഞിട്ടുള്ള പണ്ഡിതൻ, ഒരുപക്ഷെ കാന്തപുരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ കാന്തപുരം ഉസ്താദ് കൊല്ലത്ത് പ്രസംഗിച്ചതിൽ വളരെ പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് ഇറാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും അതിൽ അമേരിക്കയുടെ ഇടപെടലിനെ സംബന്ധിച്ചാണ്. അപ്പം അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നായകത്വം ഉണ്ടായിരുന്ന ഇന്ത്യ ഇറാനിൽ അമേരിക്ക ഇടപെടുന്ന വിഷയത്തിൽ ശക്തമായ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അദ്ദേഹം പറയുന്നത് ഇറാനിലൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായും ഗൾഫ് മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാവും. കാരണം അമേരിക്കയുടെ സൈനികർ എല്ലാ ഗൾഫ് മേഖലയിലും അമേരിക്കയ്ക്ക് സൈനിക ആസ്ഥാനങ്ങളുണ്ട്. തീർച്ചയായും ഇറാൻ പറഞ്ഞിട്ടുണ്ട് അത്തരം മേഖലകളിൽ ഞങ്ങൾ തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഖത്തറിൽ തിരിച്ചടി ഉണ്ടാവും, സൗദി അറേബ്യയിൽ തിരിച്ചടി ഉണ്ടാവും, ബഹ്റൈനിൽ തിരിച്ചടി ഉണ്ടാവും. അപ്പം ഗൾഫ് മേഖലയിലൊക്കെ തിരിച്ചടി ഉണ്ടാവുകയും അത് ഇന്ത്യക്കാരായ പ്രവാസികളെ വലിയ തോതിൽ ബാധിക്കുകയും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പഴയ ഗൾഫ് യുദ്ധത്തിന്റെ ഒരു ഭീകരത പോലെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ഒരു ആഘാതം മലയാളി ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ ഉണ്ടാക്കും. അതുകൊണ്ട് തീർച്ചയായും ഇന്ത്യൻ ഭരണാധികാരി ഈ പ്രവാസികളുടെ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യം അതിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നീട് നടന്ന പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസികളുടെ അവരുടെ രക്ഷിക്കണേ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ദുആ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എന്തായാലും ആഗോളതലത്തിലുള്ള ഒരു വിശാലമായ തലത്തിൽ ഈ യാത്രയും അതിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മനുഷ്യർക്കൊപ്പം എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മനുഷ്യർക്കൊപ്പം എന്ന് മാത്രമല്ല, ആഗോളതലത്തിലുള്ള മനുഷ്യർക്കൊപ്പം യാത്രക്കുണ്ടായിരുന്നു. അതിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ പല ഘട്ടങ്ങളായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഇറാൻ വന്നത് വളരെ സവിശേഷമായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. ഉമ്മറെ, അപ്പോൾ നാളെ നമ്മുടെ സമാപന ദിവസമാണ് അല്ലേ? വലിയ ഒരു യാത്ര, കാന്തപുരം ഉസ്താദിന്റെ 3ാമത്തെ കേരള യാത്ര, അതൊരു ജൈത്രയാത്രയായി മാറിക്കഴിഞ്ഞു. നാളെ പുത്തരിക്കണ്ടം മൈതാനിയിൽ യാത്ര സമാപിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ ആയോ? ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിരുന്നോ? നമുക്കറിയാം 2012 നമ്മുടെ കേരള യാത്ര ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു. അത് നിറഞ്ഞു കവിഞ്ഞ സദസ് ഇപ്പോഴും ഓർമ്മയിലുണ്ടല്ലേ? ആ സദസ്സൊക്കെ ഫ്രെയിം നമ്മളെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ അന്ന് ശിവജി എടുത്തൊരു പടം ഉണ്ടായിരുന്നു, അത് ഗംഭീരമായ ഫോട്ടോഗ്രാഫായിരുന്നു അത്. അപ്പൊ അതില് അത്തരത്തിലുള്ള സൗകര്യവും ഇപ്പോൾ അവിടെ ലഭ്യമല്ല എന്നാ പറയുന്നത്. ലഭ്യതക്കനുസരിച്ച് പുത്തരിക്കണ്ടം മൈതാനാണ് നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും ലഭ്യമായ സ്ഥലം കിട്ടിയത്. നമ്മുടെ KK കോട്ടക്കൻ അടുത്തുള്ള ഒരു സ്ഥലമാണ് പുത്തരിക്കണ്ടം മൈതാനം. പാളയത്തു നിന്നാണ് നമ്മുടെ റാലി ആരംഭിക്കുന്നത്. സെന്റിനറി ഗാർഡിന്റെ അതായത് നമ്മുടെ ഇതുവരെ നമുക്കറിയാം ഓരോ ജില്ലയിലും സെന്റിനറി ഗാർഡിന്റെ അകമ്പടിയോടെയാണ് കേരള യാത്ര അതായത് സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. ആ ഗാർഡ് അംഗങ്ങൾ മുഴുവനായിട്ട് തിരുവനന്തപുരത്തെത്തും. അതായത് ഓരോ ജില്ലയിൽ നിന്നുള്ള 313 ആളുകൾ, അപ്പൊ ഏകദേശം ഒരു 6000-ലധികം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കണം. ഗംഭീരമായൊരു അനുഭവമായിരിക്കും അതെ. അപ്പൊ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റാലിയാണ് നാളെ മുഖ്യമായിട്ടുള്ളത്. അപ്പൊ അവര് ഇന്ന് രാത്രി തന്നെ കഴിഞ്ഞു. അവരെ റെയിൽവേ സ്റ്റേഷനിൽ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ബസ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ പാളയത്തു നിന്നാണ് റാലി എടുക്കുന്നത്. പാളയത്ത് നമുക്കറിയാം അവിടെ ഒരു മതേതര ചിഹ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ ദേവാലയം, ഹൈന്ദവ ക്ഷേത്രം എല്ലാം കൂടെ അടങ്ങിയ ഒരു മതസാഹോദര്യത്തിന്റെ ഒരു ചിത്രമാണ് അവിടെ. രക്തസാക്ഷി സ്തൂപം ഉള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് നമ്മളെ റാലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അവിടെ നിസ്കരിക്കാനും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. ഇപ്പം ഞാൻ അതിൻ്റെ സംഘാടകർ വിളിച്ചപ്പോൾ അവരാകെ ഒരു
വെപ്രാളത്തിൽ പേടിയിലാണുള്ളത്. എന്താണ് എങ്ങനെ ഈ ജനാവലിയെ ഉൾക്കൊള്ളും? അന്ന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് ആ 2012 ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുത്തരിക്കണ്ട മൈതാനത്തിന്റെ കാര്യം നമ്മൾ വലിയ വിഷയം തന്നെ ഒരു റൂമിന് വേണ്ടി നോക്കിയ സമയത്ത് ഇല്ല, അവിടെ എവിടെയില്ല, എല്ലാം ഫുൾ. ആളുകൾ ഇന്ന് വന്ന് തമ്പടിച്ച് നിൽക്കുകയാണ്. ആളുകളൊക്കെ തമ്പടിച്ചിരിക്കുകയാണ്. ട്രെയിനൊക്കെ ഫുള്ളാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു റാലിയും ഇങ്ങനെ ഒരു സമ്മേളനവും സംഘാടകർ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരു സെന്റിനറി ഗാർഡിന്റെ റാലിയോട് കൂടിയുള്ള ഒരു പരിപാടി എന്ന മാത്രമാണ് ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ജനങ്ങൾ അതിനെ ഏറ്റെടുത്തു. ഇനിയിപ്പം ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ബിജു, മറ്റൊരു കാര്യം, ഇപ്പം നമ്മുടെ ഓരോ സ്വീകരണ കേന്ദ്രത്തിൽ ജില്ലാ അതിർത്തിയിൽ നേതാക്കളെ സ്വീകരിക്കുന്നിടത്ത്, കാരണം ഈ കേരള യാത്രക്കകത്ത് ഇപ്പൊ കഴിഞ്ഞ 15 ദിവസമായിട്ട് നമ്മൾ കണ്ടുവരാം വ്യത്യസ്തതകളുടെ ഒരു വലിയ ലോകം തന്നെ ആയിരുന്നു ഈ 15 ദിവസത്തിലെ. ഓരോ കേരളത്തിലുള്ള ഓരോ സെഗ്മെന്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചാലും അതിലൊക്കെ വ്യത്യസ്തത. നെൽക്കതിർ നൽകിയിട്ടുള്ള ഒരു സ്വീകരണം നെല്ലറയുടെ നാട്ടിൽ പാലക്കാട്ടേക്ക് പോയപ്പോഴും അങ്ങനെ ഉണ്ടായില്ല. വൈവിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് തഴപ്പായ അല്ലേ, കൊല്ലത്തേക്ക് സ്വീകരിച്ചത്. അപ്പൊ ഓച്ചിറയിൽ വെച്ചിട്ട് സ്വീകരിച്ചപ്പോ ഒരു പായ കൊടുത്തിട്ടാണ് സ്വീകരിച്ചത്. അപ്പൊ നമുക്കത് മനസ്സിലായില്ല. അപ്പൊ അത് വളരെ പ്രിയങ്കരമായിട്ടാണ് നേതാക്കൾ ഏറ്റുവാങ്ങിയത്. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഓച്ചിറ പായ എന്ന് പറയുന്നത് തഴവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ ഒറിജിൻ. തഴപ്പായാണ് ആ സ്ഥലത്തിന് അങ്ങനെ പേര് വന്നതാണ്. ഇത് ഭൗമസൂചക അടയാളം കിട്ടിയ പായാണെന്ന്. അപ്പൊ അത്രയും പ്രസിദ്ധമാണ്. അപ്പൊ അതിന്റെ ഒരു വലിയ ചരിത്രമുണ്ട്. അതായത് ഈ തോട്ടുവാക്കിൽ പുരുഷന്മാർ രാവിലെ പണിക്ക് പോകും. അവർ വൈകിട്ട് വരുമ്പോ ഈ തട വെട്ടിയിട്ട് വീട്ടിൽ വരും. എന്നിട്ട് സ്ത്രീകളാണ് ഇത് മെനഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് പുഴുങ്ങി ഉണക്കിയതിന് ശേഷമാണ്. അപ്പൊ ഈ കൈത ചെടി ആൺ ചെടിയുണ്ട്, പെൺചെടിയുണ്ട്. വാൻചെടിയുടെ സാധാരണ പായും പെൺചെടിയുടെ ഇലയിലാണ് ഈ അച്ചിപ്പായ എന്ന് പറയുന്നത്. അതിപ്പോ പിന്നീട് പ്രസംഗത്തിൽ ഉസ്താദ് പറയുകയും ചെയ്തു. ബിജു ഭയങ്കര ഗവേഷണ. അതല്ല, ഇതില് ഈ 15 ദിവസത്തിന്റെ ഇടയ്ക്ക് ബിജുവിന്റെ ചില നിരീക്ഷണങ്ങളുണ്ടല്ലോ, അത് വളരെ ഗംഭീരമായ നിരീക്ഷണം. മാത്രമല്ല പിന്നെ ഈ സംഘടനയുടെ ഈ ഒരു മുസ്ലിം ടെർമിനോളജി ഒക്കെ വളരെ കൃത്യവും സ്പഷ്ടവുമായിട്ടാണ് ബിജു പറയുന്നത്. ഇൽബൊക്കെ പറഞ്ഞു. അത് ഇൽബ് മാത്രമല്ല, ബിജുവിന്റെ അതിപ്പോ നമ്മൾ ലൈവിൽ പ്രേക്ഷകരോട് പറയുന്നില്ല. അപ്പൊ ഗംഭീരമാണ് ഉസ്താദ് പറഞ്ഞത്. പണ്ടൊക്കെ അറയൊരുക്കാൻ വേണ്ടി പോലും ഈ അച്ചിപ്പായി ആണ് ഉപയോഗിച്ചിരുന്നത്. അത്രയും മഹത്തമായിട്ട് ആടിയതാണ്. അപ്പൊ ഈ അച്ചിപ്പായി ഉണ്ടാക്കുന്നത് 2 പായകൾ ചേർത്ത് മെടഞ്ഞിട്ടാണ്. വലിയ അധ്വാനമുള്ള പണിയാണ്. അപ്പൊ അത് ഒരു പ്രദേശത്തിന്റെ വലിയ ജീവിത രീതിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ഓച്ചിറ ഭാഗങ്ങളിൽ, ഈ തഴവ ഭാഗങ്ങളിലൊക്കെ. അപ്പൊ അത് ഭൗമസൂചക അടയാളം കിട്ടിയ ഒരു. ഞാനും കരുതി കേട്ടോ, ഞാൻ ആ സ്വീകരണം നമ്മൾ ലൈവ് റിപ്പോർട്ടിങ്ങിൽ നിൽക്കുന്ന സമയത്താണല്ലോ ഇത്. അപ്പൊ പെട്ടെന്നൊരു പായ കൊടുത്ത് സ്വീകരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തിയില്ല എന്നാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആളുകളോട് ചോദിച്ചു എന്താണ് ഇതിന്റെ. അപ്പൊ അവരാണ് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞത്. പരിസ്ഥിതിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. തണുപ്പ് കിട്ടാൻ. പിന്നെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ആദ്യമായി അവരുടെ അറകൾ ഉപയോഗിക്കുന്ന ഒക്കെ വലിയ ഒരു സ്ഥാനം ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നീട് മെത്തകളൊക്കെ വന്നപ്പോ അത് മെത്തപ്പായ എന്നാണ് പറയുന്നത്. അച്ചിപ്പായ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് അച്ചിപ്പായി എന്ന് പറയും, ഇവിടെ മെത്തപ്പായ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സവിശേഷമായ ഒരു ഉപഹാരം നൽകിയിട്ടാണ് ഇന്നത്തെ സ്വീകരണത്തെ പറ്റി പറയുമ്പോൾ അത് ഇന്നിവിടെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മക്ബറയിൽ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ സമസ്തയുടെ സിംഹഗർജനം അവിടെ വലിയ ജനക്കൂട്ടം. അപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പം നാളെ ഇപ്പം ഈ 15 ദിവസത്തെ യാത്ര 16 ദിവസത്തെ യാത്ര നാളെ അവസാനിക്കും. നമ്മൾ ഈ ഒരു 16 ദിവസം ഒരു 140 പേരടങ്ങിയ ഒരു വലിയ ഫാമിലിയോട് കൂടിയായിരുന്നു. വല്ലാത്തൊരു അനുഭവമുള്ള ദിവസങ്ങളാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും അനുഭവങ്ങൾ സമ്മാനിച്ച ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ 14 ദിവസം സമാപിച്ച് നാളെ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരും പിരിഞ്ഞു പോവുകയാണ്. അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും അല്ലേ? അതായത് നാളെ ഒരു വലിയ സംഗമം അവിടെ നടക്കുകയാണ്. പക്ഷെ ഒരു വിരഹവേദനയുടെ ഒരു എന്താ പറയാ, ഒരു വേർപിരിയലിന്റെ വേദന കൂടി അവിടെ നാളെ ഉണ്ട്. 16 ദിവസം ഒരു കുടുംബത്തെ പോലെ ഒന്നിച്ചുണ്ട്, ഒന്നിച്ച് ഉറങ്ങി. അതില് പിന്നെ സംഘടനാ രംഗത്ത് വലിയ നേതാക്കളുണ്ട്, തായ്ക്കടയിലുള്ള ഓഫീഷ്യൽസ്, ഡ്രൈവർമാര്, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു കുടുംബത്തെ പോലെ കഴിഞ്ഞൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ നാളെ വേർപിരിയാണ്. ആ ഒരു പിന്നെ സങ്കടം അവരോരോരുത്തരും നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുന്ന, നമ്മളൊക്കെ തന്നെ അതിങ്ങനെ ആലോചിക്കുകയാണ്. ആ ഒരു ഈ ഒരു 16 ദിവസത്തെ ആ ഒരു ഫീലിംഗ് ഭയങ്കര.
അപ്പൊ റമദാൻ വരുമ്പോ അഹലൻ സഹലൻ എന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദം എല്ലാവരും കാണാം. അപ്പൊ റമദാൻ ആ രാവുകൾ കൊഴിഞ്ഞു പോകുമ്പോ ഉണ്ടാകുന്ന ഒരു വിഷമം പോയി പോവുകയാണല്ലോ ഒരു വിഷമം. അതുപോലെ ഉള്ളിലൊരു വിഷമമുണ്ട്. അതെ അതെ അതെ. ഈ യാത്രയുടെ കാരണം ഓരോ ജില്ലയിലേക്കും നമ്മൾ എത്തുമ്പോൾ ഉണ്ടായ ഒരു സ്വീകരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ ആലോചിച്ചു പോകും, നമ്മളൊക്കെ ഇത് അർഹിക്കുന്നുണ്ടോ എന്ന് വരെ നമുക്കൊക്കെ തോന്നിപ്പോകും. കാരണം അത്രയും നേതാക്കളായാലും പ്രവർത്തകരായാലും ഒക്കെ വലിയ സ്നേഹം കൊണ്ട് പോയി. പ്രത്യേകിച്ച് ഇത്തവണ നമ്മുടെ ഈ കേരളയാത്രയിൽ നമുക്ക് വലിയൊരു അഭിമാനം ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിറാജ് ലൈവിനെ ഭയങ്കരമായിട്ടാണ് ജനങ്ങൾ ഏറ്റെടുത്തത് എന്നുള്ള. അപ്പം നമ്മുടെ ഓരോ വാർത്തകൾ വരുമ്പോഴും ആവേശത്തോടു കൂടിയാണ് അവർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ഒരു പ്ലാനിങ്ങിനൊക്കെ പുറത്തേക്ക് ഒരുപാട് നമുക്ക് പോകേണ്ടി വന്നു. കാരണം ആളുകളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് ഈ വാർത്തയെ കൊണ്ട് എന്ന് എത്തിക്കുക എന്നുള്ളത് നമുക്ക് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു. അപ്പം ഈ ആളുകൾ ഇപ്പൊ നമ്മൾ എവിടെ ചെന്നാലും സിറാജ് ലൈവിന്റെ പ്രതിനിധികളെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹത്തോടു കൂടി ആളുകൾ അടുത്തേക്ക് ഓടി വരിക. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു പോയി, ഈ ഒരു സംഘടന, ഇത് നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിനപ്പുറം ഈ സംഘടനയോടുള്ള, ഈ പ്രസ്ഥാനത്തോടുള്ള, കാന്തപുരം ഉസ്താദിനോടുള്ള ഒരു അടങ്ങാത്ത ഇഷ്ടം കൂടിയാണ് അതിന്റെ കാര്യം ഓരോ പ്രദേശത്തും ആ സ്പോട്ടിലുള്ള വികാരം അതേപടി ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു മാക്സിമത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. ഓരോ സ്വീകരണം, എനിക്ക് തോന്നുന്നു ഒരു സ്വീകരണ വേദി നമ്മൾ മിസ്സാക്കിയിട്ടില്ല. എല്ലാ സ്വീകരണങ്ങളും ഇതിന്റെ പ്രധാന പരിപാടികളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കാഴ്ചക്കാരുടെ എണ്ണത്തിലും അത് നമുക്ക് വളരെ കൃത്യമായിട്ട് 75 ലക്ഷത്തിലധികം വ്യൂ നമുക്ക് ഈ കേരളയാത്രാ വാർത്തകൾക്ക് തന്നെ ലഭിച്ചു എന്നുള്ളതാണ്. യൂട്യൂബിൽ മാത്രം 1 ലക്ഷത്തിലധികം വാച്ച് അവർ ലഭിച്ചു എന്നുള്ളതാണ്. അതൊക്കെ ആളുകൾ അതിനെ, അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ 3 സെക്കൻഡോ 4 സെക്കൻഡോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോകൾ മിക്കവാറും ആളുകൾ സമ്പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പത്രത്തിന്റെ റിപ്പോർട്ട് സ്ത്രീകളൊക്കെ വളരെ അധികം ഇത് വ്യൂവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ്. മാത്രമല്ല അപ്പം ഈ നേതാക്കന്മാരൊക്കെ നമുക്ക് നൽകിയൊരു സ്നേഹമുണ്ട്. ഇപ്പം ഇവിടെ പ്രാർത്ഥനകൾ ചെയ്യുന്ന സമയത്ത് ഖലീൽ ഉസ്താദ് അടക്കമുള്ള നേതാക്കളൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ, സിറാജ് ലൈവ്, അങ്ങനെ ഓരോരുത്തരെയും മീഡിയ ടീം, അങ്ങനെ ഇവിടുത്തെ വളണ്ടിയർമാർ ഒരാളെ പോലും വിട്ടുപോകാതെയുള്ള ആ ഒരു, കാരണം അത് നേതാക്കളുടെ ഒരു കരുതലുണ്ടല്ലോ, അതൊന്നും നമുക്ക് വേറെ ഒരു സ്ഥലത്തൊന്നും അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ള. ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പത്രവും ഈ വാർത്തകളെ ഇത്തവണ വളരെ ഗംഭീരമാണ്. ഉമ്മറിന്റെ നേതൃത്വത്തിൽ, നേരത്തെ ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പത്രത്തിന്റെ ടീമിനെ നയിച്ചത്. നമ്മുടെ ഹമീദ് ഇരങ്ങാടിയെ പോലെയുള്ള പ്രമുഖരായ നേതാക്കൾ, ജേർണലിസ്റ്റുകൾ, പിന്നെ ഓരോ ജില്ലയിലും നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ലേഖകന്മാരും ജില്ലാ ലേഖകന്മാരും അണിനിരുന്ന വലിയൊരു ടീമാണ് അത്. അപ്പോൾ പത്രത്തിനും നല്ല ഗംഭീരമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ലഭിച്ചത് പത്രത്തിന്റെ റിപ്പോർട്ടുകൾക്കെല്ലാം. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആ നിലക്ക് വലിയ അഭിമാനം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കത്തി നിർത്തിയിട്ട് വാർത്തയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.